കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. കഞ്ഞിയാണ് കയ്യിലെങ്കിൽ അത് ടേബിളിലേക്ക് വെച്ചേരാമല്ലോ. വെറുതെ വിറച്ചും പിടഞ്ഞും അത് തൂവിക്കളയണ്ട. പെണ്ണിന്റെ പരിഭ്രമം കണ്ട സന്തോഷത്തിൽ തന്നെ അവൻ അവളെ കളിയാക്കി. ആ പറച്ചിലെ കളിയാക്കൽ മനസ്സിലാക്കിയ പോലെ പെണ്ണ് അവനെ ഒരു നോട്ടം നോക്കി. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ആൾക്കാർ ദഹിച്ചു പോകും കേട്ടോ അമലുവേ. അവളെ കണ്ടതിന്റെ സന്തോഷത്തിൽ കളിയാക്കൽ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. എന്നാലും താൻ എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ മുഖത്ത് നോക്കാത്തവളെ നോക്കി നിൽക്കുകയായിരുന്നു ഏതൻ ആ നേരം. അതേസമയം തന്റെ മുന്നിൽ ഷർട്ടിടാതെ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്തത്രയും ജാള്യമായിരുന്നു അവളിൽ. എന്താ വച്ചേ, എന്തു പറ്റി? അവളെ കണ്ട സന്തോഷത്തിൽ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും പെണ്ണ് നോക്കുന്നില്ല എന്ന് കണ്ടതും അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. കാരണം അറിയാവാൻ അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. എന്താ അമലു, എന്താ എന്നെ നീ നോക്കാത്തത്? കുറച്ചു മുന്നേ വരെ ഉണ്ടായിരുന്ന കളിയും തമാശയൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. മറിച്ച് അവളുടെ മിഴികളിൽ താൻ എത്താതെ നിൽക്കുന്നതിന്റെ കാരണം മാത്രം അറിയാനുള്ള വ്യക്തതയായിരുന്നു അവനിൽ മുന്നിട്ട് നിന്നത്. ഞാൻ ഒന്നുമില്ല, അവന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾ പിന്നെയും നഗ്നമായ അവന്റെ നെഞ്ചിലെ മാലയിൽ ഉടക്കിയതും അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു. അപ്പോഴാണ് അവൻ ആ മിഴികളുടെ ചലനം ശ്രദ്ധിക്കുന്നത്. തോർത്ത് പാതി മാത്രം ചുറ്റി മറച്ചാണ് നിൽക്കുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ എത്തുന്നിടം നഗ്നമാണെന്ന് അപ്പോഴാണ് അവനും ശ്രദ്ധിക്കുന്നത്. അതുവരെ മനസ്സിലുണ്ടായിരുന്ന എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ അകന്നു മാറി അവനൊന്ന് മെല്ലെ ചിരിച്ചു. താൻ ഷർട്ടിടാതെ നിൽക്കുന്തോറും അവളുടെ പരമേശ്വരെന്ന് തോന്നിയതും അവളിൽ നിന്ന് വിട്ടൊഴിഞ്ഞവൻ അലമാരിയിൽ പോയി ഒരു ഷർട്ട് എടുത്തിട്ടു. നേര് പറഞ്ഞാൽ കൈ കയറ്റാനും ഇടാനും ഒക്കെ പാടുള്ളത് കൊണ്ടാണ് ഷർട്ട് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ. ചുണ്ടിൽ ഊറി വന്ന പുഞ്ചിരിയെ മറയ്ക്കാതെ തന്നെ അവൻ ഷർട്ട് താഴത്തെ 3 ബട്ടൺസ് ഇട്ടതും അവന്റെ വലതു തോൾ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അതാകും 4ാമത്തെ ബട്ടൺസ് ഇടുന്നതിന് മുന്നേ തന്നെ അറിയാതെ വേദനയുടെ ഒരു മൂളൽ അവനിൽ നിന്നും ഉയർന്നു വന്നത്. അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ ശബ്ദം മൂളലായി മാറിയതും അവള് ഞെട്ടിക്കൊണ്ടവനെ നോക്കി. കണ്ണൊക്കെ ചുരുങ്ങി മുഖം ആകെ ചൊളിച്ച് അവൻ വേദന വലിക്കുന്ന പോലെ തോന്നിയതും അവള് വേഗം അടുത്തേക്ക് ഓടിയെത്തി. എന്തുപറ്റി? കൈ എവിടെയെങ്കിലും തട്ടിയോ? ഇടത് കൈ കൊണ്ട് വലത്തെ ഷോൾഡറിൽ പിടിച്ചു നിൽക്കുന്നവന്റെ കൈക്ക് മുകളിലേക്ക് കൈവച്ചവൾ തിരക്കി. ഒന്നുമില്ലടാ, കൈ ഒരൽപ്പം മടങ്ങിയതിന്റെയാണ്. അവൻ കഴിവതും വേദനയില്ല എന്ന പോലെ അവളെ നോക്കി പറഞ്ഞതും പെണ്ണിന്റെ മിഴികൾ അവനിലെ കള്ളം തേടുകയായിരുന്നു. വയ്യെന്നറിഞ്ഞിട്ട് എന്തിനാ വേദനിക്കുന്ന പോലെ ഓരോന്നൊക്കെ ചെയ്യണത്? പെണ്ണ് അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും ആ മുഖമാകെ കീറി ചുവന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. അത് പിന്നെ ഞാൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ നോക്കിയതാ കുഞ്ഞേ. അപ്പോ തോളൊന്ന് പിടിച്ചു. അവൻ സാധാരണ പോലെ പറഞ്ഞുകൊണ്ട് കട്ടിലിനകത്തേക്ക് നടക്കാൻ പോയതും പെണ്ണ് അവന്റെ ഇടത് കൈയിൽ പിടിമുറുക്കി അവിടെ നിർത്തിച്ചു. വയ്യെങ്കി പിന്നെന്തിനാ ഇതിടാൻ പോയത്? സ്വയം ഓരോന്ന് കാണിച്ചു കൂട്ടി അവൻ വേദനിക്കുകയാണെന്നുള്ള തോന്നലിൽ അവള് പിന്നെയും ചൊടിച്ചു. ഒപ്പം ചുണ്ടും വിതുമ്പി. ഈ ഷർട്ട് ഞാനിപ്പോ ഇട്ടതുകൊണ്ടല്ലേ ഒന്നുമല്ലെങ്കിലും നീ ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്നത്. ഇതുവരെ ഇടാണ്ട് നിന്നപ്പോൾ നീ എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തിരുന്നോ? പരാതി പോലെ അവനങ്ങോട്ട് ചോദിച്ചതും അവള് വെപ്രാളപ്പെട്ടു. വീട്ടില് അച്ഛനുണ്ടെങ്കിൽ ഷർട്ട് ഇടാതെ തന്നെയാ നടക്കുന്നത്. കുടുംബത്ത് പോയാൽ വല്യച്ഛനും ഏട്ടന്മാരും ഒന്നും അങ്ങനെ അധികം ഷർട്ട് ഇടാറില്ല. അപ്പോഴൊന്നും തോന്നാത്ത എന്തോ ഒരിതായിരുന്നു അവനെ ഷർട്ടില്ലാതെ കണ്ടപ്പോൾ. എന്തോ ആളെ നോക്കാൻ പറ്റാത്ത പോലെ. പക്ഷെ അത് കൃത്യമായി അവന് മനസ്സിലായെന്നും അതുകൊണ്ടാണ് ഷർട്ടിടാൻ പോയതെന്നുമുള്ള അറിവ് അവളെ ഇത്തിരി ഒന്ന് ഉലച്ചു. പെണ്ണിന്റെ മൗനം കണ്ടതും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ കട്ടിലേക്ക് പോയിരുന്നു. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞുവെന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ആദ്യ കൂട്ടണ്ട. തൽക്കാലം പൊന്നുമോള് കഴിക്കാൻ എന്താ കൊണ്ടുവന്നു വെച്ചാൽ അതിങ്ങ് എടുത്തോണ്ട് വാ. വെപ്രാളപ്പെട്ട് നിൽക്കുന്ന പെണ്ണിന്റെ ശ്രദ്ധ മാറ്റാൻ എന്നോണം അവൻ പറഞ്ഞതും അവള് വേഗത്തിൽ പോയി കഞ്ഞിയിരുന്ന ബൗളെടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നു. ഹോ, കഞ്ഞിയാണോ? കഞ്ഞിയാണെന്ന് അറിയാമെങ്കിലും പിന്നെയും അത് മുന്നിൽ കണ്ടപ്പോൾ അവന്റെ മനസ്സ് വീണ്ടും പിടഞ്ഞു. ഇഷ്ടല്ലേ കഞ്ഞി? അവന്റെ ചളിച്ചു പിടിച്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അവള് മെല്ലെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ഭയങ്കര ഇഷ്ടാണല്ലോ. മുഖം കെറിവിച്ച് ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ടാണ് മറുപടി വന്നത്. ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ അധികം കട്ടിയുള്ളത് കഴിച്ചുകൂടാ, അതുകൊണ്ടാട്ടോ കഞ്ഞി. അത്രയും മെല്ലെ കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെയാണ് അവൾ പറഞ്ഞത്.
ഒക്കെ നീ കാരണമാണ്. നീ വാശി പിടിച്ചിട്ടാണ് വൈദ്യന്റെ അടുത്ത് പോയത്. നിന്നെ ഒറ്റ ഒരാളെ പിണക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ കയ്പൊക്കെ വിഴുങ്ങുന്നത്. ഇപ്പൊ അതിന്റെ കൂടെ കഞ്ഞിയും എനിക്ക് വേണ്ട. പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. അവന് മുന്നിലേക്ക് ഒരു സ്പൂൺ കഞ്ഞി വന്നിരുന്നു. അത് കണ്ടവും ഞെട്ടിക്കൊണ്ടവൻ നോക്കുമ്പോൾ കാണുന്നത് തനിക്ക് കഞ്ഞി തരാൻ വേണ്ടി സ്പൂണുമായി നിൽക്കുന്നവളെയാണ്. ആ ഒരു അമ്പരപ്പിൽ ഏതൻ അറിയാതെ വായു തുറന്നു പോയി. ഇത്തിരി നേരമെടുത്ത് ആ കഞ്ഞി മുഴുവനും ആമ്പല് തന്നെയാണ് അവന് കോരിക്കൊടുത്തത്. മടിയൊന്നും പറയാതെ അവനും അത് മുഴുവനും കഴിച്ചു. കണ്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതിനാ ഈ കുഞ്ഞി പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കുന്നത്. അവനെ നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ നേരത്താണ് സൈഡിലെ കുഞ്ഞു ടേബിളിൽ ഇരുന്ന് കറങ്ങുന്ന ടേബിൾ ഫാനിൽ അവളുടെ കൈ പോയി തട്ടുന്നത്. അമ്മേ! പെണ്ണ് വേദനയിൽ കൈ കുടഞ്ഞു വിളിച്ചു. അമലു! ഫാനിന്റെ ലീഫിൽ അവളുടെ കൈ തട്ടിയെന്ന് മനസ്സിലായതും ഒറ്റ നിമിഷം കൊണ്ടാണ് ഏതൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടത്. രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ കൈ തട്ടിയ ആ ഫാൻ നിലത്തു വീണ് ഫ്രെയിം പൊട്ടിയിരുന്നു. അന്നേരത്തെ ദേഷ്യത്തിൽ എങ്ങനെയൊക്കെ പിടിച്ച് ഒപ്പിച്ചു വെച്ചതാണ്. അതിലാണ് ഇപ്പൊ അവളുടെ കൈ പോയി തട്ടിയിരിക്കുന്നത്. അമലു മോളെ, ഒരുപാട് മുറിഞ്ഞോടി. അവളുടെ കൈ പിടിച്ചു വെച്ചവൻ നോക്കുമ്പോൾ അവന്റെ താളം തെറ്റിയ ഹൃദയമിടിപ്പിൽ മുഖം അമർത്തി അത്രയും അരികിലേക്ക് ചേർന്ന് നെഞ്ചിൽ പറ്റി നിൽക്കുകയായിരുന്നു അമലു. ഈ മുറിവും ചതവും ഒക്കെ പകരുന്ന അസുഖമാണോ യദു? വലതു കൈയുടെ വിരൽത്തുമ്പിനറ്റം വൃത്തിയാക്കി കൊടുക്കുന്നതിനിടയിൽ ടീച്ചർ ഏതനെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നാമത് ദേഷ്യം പിടിച്ചവൻ അതുകൂടി കേട്ടതുമല്ല, രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. അതോടെ കണ്ടതും അതുവരെ വിമ്മി വിമ്മി നിന്നവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ആ, ഇതിന്റെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ കുഞ്ഞെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതുമൊക്കെ കരയുന്നത്? അത്രയ്ക്ക് വേദന എടുക്കുന്നുണ്ടോ? വിരൽത്തുമ്പിനറ്റം ഫാനിന്റെ ലീഫിൽ കൊണ്ട് മുറിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ കണ്ണുനീരൊഴുക്കാൻ പാകത്തിൽ വേദനയൊന്നും വരേണ്ട കാര്യമില്ല. ആ ഒരു ചിന്തയോടെയാണ് ടീച്ചർ അവളെ നോക്കിയത്. പറയും മോളെ, ഇനി മുറിവ് കെട്ടിയത് മുറുക്കത്തിലായതുകൊണ്ട് വല്ലതുമാണോ? താൻ കെട്ടിക്കൊടുത്തതിന്റെ പോരായ്മയാണോ എന്ന അങ്കുലാപ്പിൽ ടീച്ചർ അങ്ങനെയും ചോദിച്ചു. ഇല്ലെന്ന പോലെ ആ തല വിലങ്ങനെ വെട്ടിച്ച് പെണ്ണ് അതുപോലെ തന്നെ ഇരുന്നു. പിന്നെ ടീച്ചർ എടുത്തു ചോദിച്ചതും ആമ്പലിന്റെ കണ്ണുകൾ പോയത് തെക്കിനിയുടെ ഇടനാഴിയിലേക്കാണ്. ഓ, നിന്റെ സാറ് ചീത്ത പറഞ്ഞതാണോ കാര്യം? അതെന്റെ മോളങ്ങ് മറന്നേരെ. ചെക്കൻ അല്ലെങ്കിൽ ഇത്തിരി ചാടിക്കടിക്കലും ബഹളം വെപ്പും കൂടുതലാണ്. ഇതിപ്പോ മോൾ അവനെ കാണാൻ പോയിട്ട് അവൻ ശ്രദ്ധിക്കാതെ വെച്ച ഫാൻ ലീഫ് കൊണ്ട് കൈ മുറിഞ്ഞതിന്റെ ദേഷ്യവും പിണക്കവും ഒക്കെ കൂടി കാണും. അതാകും ഇങ്ങനെ തുള്ളിത്തെറ്റിയത്. ടീച്ചർ അവളുടെ മുഖം കൈയിലേക്കെടുത്ത് തള്ളവിരൽ കൊണ്ട് കണ്ണുനീരാകത്തുടച്ച് അവളുടെ തലമുടി തഴുകി വിടുന്ന പോലെ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ടീച്ചറെ. ആടി കുഞ്ഞെ, അത് അവനും അറിയാം. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കുറച്ചു നേരം കൂടി കഴിയും. ഇതിപ്പോ ആകെ ദേഷ്യത്തിൽ നിൽക്കുവല്ലേ, ആ ഒരു ഇത് കൊണ്ടുണ്ടാക്കിയ. മോളുടെ കൈ മുറിഞ്ഞതിന്റെ സങ്കടം അവനും കാണും. അതിന്റെയൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങള്. മകന്റെ മനോസഞ്ചാരങ്ങളെ നന്നായി അറിയുന്ന അമ്മ അവനെ എത്രത്തോളം ന്യായീകരിക്കാമോ അത്രത്തോളം ന്യായീകരിച്ചുകൊണ്ടാണ് ഓരോ വാക്കും പറഞ്ഞത്. അതൊക്കെ കേട്ടുകൊണ്ട് വെറുതെ തലയാട്ടുമ്പോഴും അവൾക്കും അറിയായിരുന്നു ടീച്ചർ പറയുന്നതൊക്കെയാണ് ശരിയെന്ന്. കാരണം തന്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോൾ അവൻ കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ അടുത്തുനിന്ന് കണ്ടതല്ലേ താനും. ലീഫിൽ കൈ തൊട്ടാൽ അറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും പിടിച്ചു വലിച്ച പോലെ അവന്റെ നെഞ്ചിലിട്ട് വരിച്ചു മുറുക്കിയിരുന്നു ഏതൻ. അപ്പോഴുണ്ടായ ആളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത താൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങും വരെയും കുറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് അവന്റെ കണ്ണുകളുടെ പിടപ്പും വെപ്രാളവും ഒക്കെ അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറെ നേരം തന്നെ അതുപോലെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് കാര്യം പോലും തിരക്കിയതും കൈ പിടിച്ചു നോക്കിയതുമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആദ്യം അവനെ പേടിച്ചിട്ട് കൈ കാണിക്കാൻ തന്നെ പോയില്ല. അവസാനം ഇടതു കൈ കൊണ്ട് തന്നെ ചേർത്ത് പിടിച്ച് വയ്യാത്ത വലതു കൈ കൊണ്ട് തന്നെ ബലമായി പിടിച്ചാണ് അവൻ ആ കൈ നോക്കിയത്. അപ്പോഴേക്കും ചോര ഇറ്റു തുടങ്ങിയിരുന്നു. പിന്നെ പറയണോ, എന്തൊക്കെ അലച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ ബഹളത്തിനിടയിൽ കാണിച്ചു കൂട്ടിയെന്നോ ഒക്കെ ചോദിച്ചാൽ നേരായിട്ട് ഒന്നും അറിയില്ല. പക്ഷെ തന്നെ കണ്ണുപൊട്ടുന്ന രീതിയിൽ ചീത്ത പറയുന്നുണ്ടായിരുന്നു. നോട്ടമില്ല, ശ്രദ്ധയില്ല, പിന്നെന്താ, ഉത്തരവാദിത്തമില്ല, അങ്ങനെ നീണ്ടുപോകുന്ന വഴക്കുകളും പരാതികളും. അവസാനം ബഹളം കേട്ട് മുറിയിലേക്ക് ടീച്ചറമ്മ വരുമ്പോഴാണ്
അല്പമെങ്കിലും ഒന്നടങ്ങിയത്. അതും തന്റെ മുറിവ് നോക്കി വലിയ മുറിവൊന്നുമല്ല എന്ന് ആളുടെ കൺമുന്നിലേക്ക് കാണിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം. അതുവരെ നിർത്താതെ ചീത്ത പറയലായിരുന്നു. അങ്ങനെയാണ് ടീച്ചർ തന്നെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നതും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് മരുന്നെടുത്ത് മുറിവ് കെട്ടി തന്നതും. അവിടെ നിന്ന് ഏതിനെ വാശിക്ക് ഓരോന്ന് പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് അവളെ വിളിച്ചുകൊണ്ട് വന്നെങ്കിലും പിന്നാലെ അവന്റെ നിഴലും അവൾ കണ്ടിരുന്നു. ഇടയ്ക്ക് ടീച്ചർ കെട്ടിയ മുറിവൊന്ന് അല്പം മുറുകിയപ്പോൾ അറിയാതെ വന്ന വേദനയുടെ ശബ്ദത്തിൽ അവളെ നോവിക്കാതെ ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിച്ചു പിന്നെ അമ്മയുടെ നേരെയായി അവൻ. ഇനി എന്തൊക്കെ പറഞ്ഞാലും മകന്റെ സ്വഭാവം ഇതുതന്നെയാണെന്ന് ടീച്ചർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ടീച്ചർ അവനെ നോക്കി കണ്ണുരുട്ടിയതല്ലാതെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അങ്ങനെ എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ ടീച്ചർ മോനെ കളിയാക്കിയതാണ് ഇപ്പൊ കേട്ടത്. അതങ്ങോട്ട് കേട്ടതും ആള് പിന്നെയും ദേഷ്യത്തോടെ വാശിയിൽ അകത്തേക്ക് പോകുന്ന കണ്ടു. ഈ ചെക്കന്റെ കാര്യം, അവന് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ അവന് സ്വസ്ഥായിരിക്കില്ല, നമ്മളെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഇവനൊക്കെ എങ്ങനാണോ സാറായത്. നെറുകയിൽ രണ്ട് തല്ല് തല്ലി സ്വയം പരിതപിച്ചുകൊണ്ട് ടീച്ചർ ആമ്പലിനെ ഒന്ന് നോക്കി അടുക്കളയിലേക്ക് പോയി. അവളുടെ നോട്ടം പിന്നെയും അവൻ പോയ വഴിയിൽ അവനെ തേടി ചെന്നു. ആരെയും കാണുന്നില്ല എന്ന് കണ്ടതും പെണ്ണിന് പിന്നെയും സങ്കടമായി. കാരണം നാളുകൾക്കിപ്പുറമാണ് അവൻ തന്നോട് ഇത്രത്തോളം ദേഷ്യപ്പെടുന്നത്. കുറച്ചു നാളായി തന്നോട് കുറുമ്പും കുസൃതിയും മാത്രമുണ്ടായിരുന്ന മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ ദേഷ്യം അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അവന്റെ ദേഷ്യവും വലിഞ്ഞു മുറുകിയ മുഖവും ഓർക്കുംതോറും പെണ്ണിന്റെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. ഇതേ സമയം ഒരു വിധത്തിലും ദേഷ്യവും സങ്കടവും അടക്കി വെക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവന്. ആ നേരത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ വസു. ആ നേരത്ത് ഫോൺ എടുത്താൽ ശരിയാവില്ല എന്നുള്ള തോന്നലിൽ അവൻ ഫോൺ സൈലന്റ് ആക്കുമ്പോഴേക്കും അടുത്ത കോളും വന്നിരുന്നു. എന്താ ഏട്ടാ? എടുത്തതും ചാടിക്കടിക്കുന്ന പോലെ ഒരു ചോദ്യമായിരുന്നു. അതാ എനിക്കും ചോദിക്കാനുള്ളത് നിന്നോട്. എന്താപ്പോ ഇത്രയും ദേഷ്യം? സ്വതവേയുള്ള ചിരിയോടെയാണ് ചോദ്യം. കാര്യവും കാരണവും ഒക്കെ അറിഞ്ഞിട്ടാകുമല്ലോ ഇപ്പൊ ഈ നേരത്തൊരു വിളി. മറു ചോദ്യത്തിൽ അവനെ തളച്ചിട്ടവൻ ജനാലിക്കരിയിലെ വിരിപ്പിൽ പോയിരുന്നു. സാധാരണ എല്ലാ ദിവസവും രാത്രിയിൽ മാത്രം എത്തുന്ന വിളി ഇന്നിപ്പോ ഈ നേരത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ടാകും. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് ഇത്രയ്ക്കും സഹിക്കാൻ പറ്റില്ലേ ഏതു? അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.